രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എംഎൽഎക്ക് മുൻകൂർ ജാമ്യം ലഭിച്ചതോടെ തുടർ നീക്കങ്ങൾ എന്താണ് എന്നതിലാണ് ആകാംക്ഷ. എല്ലാ തിങ്കളാഴ്ചയും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ഹാജരാകണമെന്ന് മാത്രമാണ് ഉപാധി. നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാലക്കാട് എംഎൽഎ വോട്ട് ചെയ്യാനെത്തുമോ? പാർട്ടി കടുത്ത നിലപാടെടുത്തു കഴിഞ്ഞു. എംഎൽഎ സ്ഥാനം രാജിവെക്കുമോ എന്നുള്ളതും അറിയണം. ഒളിവ് ജീവിതം അവസാനിക്കുമോ എന്നതും ആകാംക്ഷയാണ്. ഏതായാലും പ്രോസിക്യൂഷൻ നാളെ ഹൈക്കോടതിയെ സമീപിക്കും. ഇക്ബാൽ അറക്കലും ആർ റോഷിബാലും ശ്യാം ദേവരാജും ഹരിമോഹനും ചേരുന്നു വിശദാംശങ്ങളുമായി. ഇക്ബാലിലേക്ക് ആദ്യം. ഇക്ബാൽ, നാളെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് പൊങ്ങുമോ എന്നാണ് ഇനി അറിയേണ്ടത്. രോഷിനി, 13 ദിവസമായി ഈ അതിജീവിത മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ഒളിവിൽ പോയിട്ട് പാലക്കാട് നിന്ന് കണ്ണാടിയിൽ UDF-ന്റെ സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിൽ പോകുന്നത്. പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എവിടെ എന്നുള്ളത് പാലക്കാട്ടുകാർ തന്നെ പലതവണ ചോദിച്ചിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസം കോടതിയിൽ രാഹുലിന് എതിരായിട്ടുള്ളൊരു വിധി വന്നപ്പോൾ കോൺഗ്രസ് നടപടി സ്വീകരിച്ചതിന് പിന്നാലെ പാലക്കാട്ടുകാരും രാഹുലിനെതിരായി പല രീതിയിലുള്ള നിലപാടുകൾ എടുക്കുകയും ചെയ്തതാണ്. ഏതായാലും ഇപ്പോൾ കോടതിയിൽ നിന്ന് താത്കാലിക ആശ്വാസമായി രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കുമ്പോൾ ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് എത്തുമോ എന്നുള്ളതാണ് ആകാംക്ഷയോടുകൂടി പാലക്കാട്ടുകാർ മുഴുവൻ നോക്കുന്നത്. നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് ജനങ്ങൾ വിധിയെഴുതുമ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോട്ട് കിടക്കുന്നത് പാലക്കാടാണ്. പാലക്കാട് മുനിസിപ്പാലിറ്റിയിലെ 24-ാം വാർഡായിട്ടുള്ള കുന്നത്തൂർമേട് നോർത്തിലെ 2-ാം നമ്പർ ബൂത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വോട്ടുള്ളത്. സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ ആ ബൂത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തുമോ എന്നുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി ഏതായാലും പാലക്കാട്ടുകാർ നോക്കുന്നത്. നമുക്കൊരു കാര്യം എന്തായാലും ഉറപ്പിച്ച് പറയാൻ കഴിയുന്നത്, നേരത്തെ ഈ ആരോപണങ്ങൾ വന്ന സമയത്ത് പാലക്കാട് നിന്നും പത്തനംതിട്ടയിലേക്ക് മാറിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ച് മാസങ്ങൾക്ക് ശേഷം പാലക്കാട്ടേക്ക് തിരികെ എത്തിയപ്പോൾ രാഹുലിനെ സ്വീകരിക്കാനും വിവിധ പരിപാടികളിൽ പങ്കെടുപ്പിക്കാനും എല്ലാം കോൺഗ്രസിന്റെ നേതാക്കളുണ്ടായിരുന്നു, കോൺഗ്രസിന്റെ പ്രവർത്തകരുണ്ടായിരുന്നു. ഇപ്പോൾ കോൺഗ്രസ് പൂർണ്ണമായും രാഹുലിനെ ഉപേക്ഷിച്ചതോടുകൂടി ഇനി രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയാൽ രാഹുലിന് പ്രതിരോധം തീർത്ത് രാഹുലിന് സംരക്ഷണം ഒരുക്കാൻ ആരാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നോക്കി അറിയേണ്ടത്. കഴിഞ്ഞ തവണ രാഹുൽ പാലക്കാട്ടേക്ക് എത്തിയപ്പോൾ പാലക്കാട്ടെ ചില കോൺഗ്രസിന്റെ കൗൺസിലർമാർ തന്നെ രാഹുൽ എല്ലാ രീതിയിലുള്ള സുരക്ഷയും കവചവും ഒരുക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ഇതാ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കപ്പെട്ട രാഹുൽ ഒരു പക്ഷെ തിരികെ എത്തുകയാണെങ്കിൽ രാഹുൽ എങ്ങനെയായിരിക്കും പാലക്കാട് തുടരുക എന്നുള്ളതും നോക്കി കാണുക തന്നെ വേണം. രോഷിനി, ഇക്ബാലാണ് വിവരങ്ങൾ നൽകിയത്. ശ്യാം ദേവരാജിലേക്ക് കൂടി പോവുകയാണ്. ശ്യാം, ആദ്യത്തെ പരാതിയിൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേതിൽ മുൻകൂർ ജാമ്യം ലഭിക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന് വെളിച്ചത്തേക്ക് വരണമെങ്കിൽ തന്നെ നിയമ തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ അല്ലെ? ഈ 2 കേസുകളിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിയായിട്ടുള്ളത്. രണ്ടും ഈ ബലാത്സംഗ കേസുകളാണ്. ആ 2 കേസുകളിലും ആശ്വാസകരമായ നടപടികളാണ് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനായി ലഭിച്ചത്. അതിൽ ആദ്യത്തെ കേസിൽ സെഷൻസ് കോടതിയിൽ നിന്ന്, തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് മുൻകൂർ ജാമ്യം നിഷേധിക്കുന്നു. തുടർന്ന് തൊട്ടടുത്ത ദിവസം തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുന്നു. അപ്പീലിൽ ഹൈക്കോടതി അടുത്ത തിങ്കളാഴ്ച വരെ 15-ാം തീയതി വരെ അറസ്റ്റ് തടയുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ആ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യുന്നതിന് SITക്ക് വിലക്കുണ്ട്. രണ്ടാമത്തെ ബലാത്സംഗ കേസിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് മുൻകൂർ ജാമ്യം നൽകുകയാണ് ചെയ്തത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി. അതായത് ഒന്നിൽ അറസ്റ്റ് തടഞ്ഞിരിക്കുന്നു, രണ്ടാമത്തേതിൽ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ ഒളിവിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ എന്തെങ്കിലും ഒരു തടസ്സമില്ല. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ നാളെ തെരഞ്ഞെടുപ്പിന് എത്തുമോ, വോട്ട് ചെയ്യാൻ എത്തുമോ എന്നതാണ്, പാലക്കാട്ടേക്ക് എത്തുമോ എന്നതാണ് ഒന്നാമത്തെ ചോദ്യം. പക്ഷേ അങ്ങനെ അതിവേഗം പുറത്തേക്ക് വരാൻ കഴിയും എന്ന് തോന്നുന്നില്ല. കാരണം ഇതുവരെയും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒളിവിലാണ്. ഇതിലിനി സംഭവിക്കാനിരിക്കുന്നത് 15-ാം തീയതിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച നിർണായകമായൊരു ദിവസം. അത് ഈ രണ്ടാമത്തെ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുമ്പോൾ അതിൽ ഹൈക്കോടതി എന്ത് തീരുമാനമെടുക്കും എന്നതാണ് പ്രധാനം. അഥവാ മുൻകൂർ ജാമ്യം തള്ളുകയാണെങ്കിൽ അത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് തിരിച്ചടിയാകും. ഒരു ഘട്ടത്തിൽ പുറത്തേക്ക് വന്ന് SITക്ക് മുന്നിലടക്കം അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ പ്രത്യക്ഷപ്പെട്ടതിന് ശേഷം പിന്നീട് വീണ്ടും ഒരിക്കൽ ഒളിവിലേക്ക് പോവുക എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് അത്ര അതിവേഗം എളുപ്പം സാധ്യമാകുന്ന ഒരു കാര്യമാകണമെന്നില്ല. പക്ഷേ ഇനിയിപ്പോൾ അതിൽ ഒരു നിയമ തടസ്സമുള്ളത്, എല്ലാ തിങ്കളാഴ്ചകളിലും നേരിട്ട് ഹാജരായി അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണം എന്നൊരു നിബന്ധന മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആ നിബന്ധന സ്വാഭാവികമായും ആദ്യ കേസിൽ കൂടി മുൻകൂർ ജാമ്യം ലഭിക്കാത്ത സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അത് കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന സാഹചര്യത്തിൽ, അതിൽ തീരുമാനമാകാത്ത സാഹചര്യത്തിൽ ഈ രണ്ടാമത്തെ കേസിൽ
ഹാജരാകണം എന്ന നിബന്ധന പാലിക്കാനുള്ള സാധ്യതയില്ല. അത് പിന്നീട് ആയിരിക്കും. രണ്ടാമത്തെ 2 കേസിലും മുൻകൂർ ജാമ്യം ലഭിച്ചതിന് ശേഷമായിരിക്കും ഈ നിബന്ധനകൾ പാലിക്കപ്പെടാൻ തുടങ്ങുക എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ നാളെ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുക അല്ലെങ്കിൽ വോട്ട് ചെയ്യാൻ എത്തുക എന്നത് അത്രയും പ്രായോഗികമായ ഒരു കാര്യമല്ല. പക്ഷേ ഒരുപക്ഷെ വരികയോ അതുപോലെ തന്നെ ഒളിവിലേക്ക് വീണ്ടും പോകാൻ കഴിയുമോ അല്ലെങ്കിൽ വീണ്ടും അങ്ങനെ ഒളിവിലേക്ക് പോകുമോ എന്നാണ് നമ്മൾ നോക്കിയിരിക്കുന്നത്. ഓക്കെ, ശ്യാം ദേവരാജാണ് വിശദാംശങ്ങൾ നൽകിയത്.